നമസ്കാരം. ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. വർണ്ണങ്ങൾ പൂത്തിറങ്ങി. പഞ്ചായത്തിന്റെ 1-ാം വാർഷികം ആഘോഷമാക്കി നാട്. കാവനൂർ പഞ്ചായത്തിന്റെ വികസന മുന്നേറ്റത്തിന് ഒരാണ്ട്. പരിപാടിക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. വാർഷിക സമ്മാനമായി നിർധന കുടുംബത്തിന് വീട്. പഞ്ചായത്തിലെ വിവിധ തുറകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രഗത്ഭർക്ക് അവാർഡ്. പ്രതീക്ഷയോടെ കൂടുതൽ കരുത്തോടെ മുന്നേറാൻ കാവനൂർ പഞ്ചായത്ത്. ഏറനാടൻ നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും. ബാൻഡ് വാദ്യങ്ങളുടെയും സംഗീതത്തിന്റെയും അകമ്പടിയോടെ കാവനൂർ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെ പഞ്ചായത്തിന്റെ 1-ാം വാർഷികാഘോഷത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. മേള കൊഴുപ്പിക്കാൻ ചെങ്ങര മാർഷൽ കരാട്ടെ അക്കാദമി സ്ഥാപനത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച കരാട്ടെ പ്രദർശനവും അരങ്ങേറി. ഒന്നാം വാർഷികാഘോഷ പരിപാടികൾ ഏറനാടൻ MLA PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. 1996-95 പഞ്ചായത്ത് രാജ് നിയമം, 94 പഞ്ചായത്ത് രാജ് നിയമം ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം വരുന്നത്. അതിനു മുമ്പ് 1963 കേരള സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തുകൾ നിലവിലുണ്ട്. അന്ന് ഇതുപോലെയുള്ള അധികാരങ്ങളൊന്നും പഞ്ചായത്തിന് ഇല്ലായിരുന്നു. ആകെ പഞ്ചായത്തിന് ചെറിയ ഒരു നികുതി, അന്ന് ഇതുപോലെയുള്ള വലിയ വീടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. 2 റുപ്യ 3 റുപ്യ മാക്സിമം പോയാൽ 5 റുപ്യ അല്ലെങ്കിൽ 10 റുപ്യ നികുതി കൊടുക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ഹംസ സാഹിബൊക്കെ പഞ്ചായത്ത് ജീവനക്കാരനായി, അതുപോലെ തന്നെ താലൂക്ക് പഞ്ചായത്ത് ഡയറക്ടറായി, പിന്നീട് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് സൂപ്രണ്ടായതൊക്കെ റിട്ടയർ. ആ ഒരു കാലഘട്ടത്തിൽ പഞ്ചായത്തിന് വിപുലമായ അധികാരങ്ങളില്ല. ഞാൻ 1988 ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാവുന്നു. ആകെ പഞ്ചായത്തിനുള്ളത് അന്ന് ഗവൺമെന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി, ആ പ്രദേശത്തെ രജിസ്ട്രേഷൻ ഫീസിന്റെ ഒരു വീതം പഞ്ചായത്തിന് കിട്ടും. അത് തന്നെ തിരുവനന്തപുരത്ത് മന്ത്രിക്ക് അപേക്ഷ കൊടുത്താൽ അതിൽ ചില ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ട് കുറച്ചെന്തെങ്കിലും എമൗണ്ട് കിട്ടും. ഇല്ലെങ്കിൽ 20,000 രൂപയാണ് അന്ന് പരമാവധി ഒരു പഞ്ചായത്തിന് വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കൊല്ലത്തിന് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം നമ്മുടെ ദേശത്തുണ്ടായിരുന്നു. നമ്മളിവിടെ വെച്ചാൽ ഒരു ഫിസിയോതെറാപ്പി, രാവിലെ കുട്ടികളെ കൊണ്ടുപോയി വരുന്നതാണ്. അതല്ല, അതിൻ്റെ മറ്റ് മേഖലകളിൽ പോയി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇരിങ്ങാലക്കുടയിൽ പോകണം. കേരള ഗവൺമെൻറ് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള NPR ഒരു സ്ഥാപനമുണ്ട്. പോയി കാണാം. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും പറഞ്ഞാൽ അത് മാത്രമല്ല കണ്ടന്റ്. പോയി പഠിക്കുമ്പോഴാണ് അനുഭവം ഉണ്ടാകുക. അനുഭവത്തിൽ നിന്നാണ് പാഠം പഠിക്കുക, അനുഭവത്തിൽ നിന്നാണ് പദ്ധതികൾ രൂപപ്പെടുക. ആ ഒരു മുദ്രാവാക്യത്തിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീ, എല്ലാവരും പപ്പടം ഉണ്ടാക്കണ്ട, എല്ലാവരും കൊപ്പറാക്കണ്ട, എല്ലാവരും സോപ്പ് ഉണ്ടാക്കണ്ട, എല്ലാവരും വെളിച്ചെണ്ണ ഉണ്ടാക്കണ്ട. നൂതനമായ പദ്ധതികൾ എന്തെങ്കിലും ആലോചിക്കാതെ അതിന് നിങ്ങളെന്ത് ചെയ്യണം? ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം അടക്കലോട് പറഞ്ഞ് പുതിയ കാലഘട്ടത്തിൽ ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസമുള്ള കുട്ടികളെ വിളിക്കണം. 18-ന്റെയും 25-ന്റെ അടിയിലെ കുട്ടികളെ വിളിക്കണം. അവരോട് ആശയങ്ങൾ ചോദിക്കണം. അവർക്ക് പുതിയ കൺസെപ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ 61% വീട്ടിൽ 61% ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, വനിതകൾ
ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസം കഴിഞ്ഞ് PG വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലെ സർവേ റിപ്പോർട്ട്. അപ്പൊ അവരെ വിളിക്കണം, അവരോട് ചില ആശയങ്ങൾ ചോദിക്കണം, എന്നിട്ട് വേണം കുടുംബശ്രീ പദ്ധതികൾ ഉണ്ടാക്കാൻ. അതിനൊരു മാറ്റം കാവനൂരിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് ഇവിടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ. അല്ലാതെ ഒട്ടിയും നേട്ടമാണെങ്കിലും ആരും ആവശ്യമില്ല, അത് നടക്കും. നൂതനമായ പദ്ധതികൾക്ക് പോകണം. നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. അതിനെല്ലാവരും എന്താണോ, എല്ലാ പെണ്ണുങ്ങളൊന്നും ഒരുമിച്ച് പോകണം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ നിൽക്കരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ വിളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു പദ്ധതി സർക്കാരിന് സമർപ്പിക്കുമ്പോൾ ആ പദ്ധതി കുടുംബശ്രീയുടെ ജില്ലാ മിഷന് കൊടുത്താൽ അതിൽ ഒരു നല്ല പദ്ധതി സ്റ്റേറ്റ് തന്നെ അത് ഏറ്റെടുക്കും. ആ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് പഞ്ചായത്തിന് പദ്ധതി വെക്കാൻ കഴിയും, ജില്ലാ പഞ്ചായത്തിന് അതിന് പണം വെക്കാൻ കഴിയും, ചിലപ്പോൾ MLA അതിന് സഹായിക്കാൻ കഴിയും. അങ്ങനെ ഉള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, വികസന കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് മുന്നിൽ പോയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു റോഡ് ഉള്ളത് കാരാപ്പറമ്പ് പോകുന്ന കൂട്ടമ്പരി മുതൽ റോഡാണ്. ആ റോഡ് റബ്ബറൈസ് ചെയ്യും, അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. മറ്റ് ചില കാര്യങ്ങളും ഓരോന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതവിടെയൊന്ന് ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്, എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അതൊരു മെയിൻ കാര്യം ഇതായതുകൊണ്ട് പറഞ്ഞു. പിന്നെ ആസ്പത്രി എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ സ്ഥലത്ത്, ഒരു മെയിൻ റോഡിൽ ഏറ്റവും അധികം സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് കാവനൂർ PHC. ആ കാവനൂർ PHCൻ്റെ ഇതിന് ഇവിടെ എൻ്റെ സാന്നിധ്യത്തിൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ആർക്കിടെക്ട്, ബന്ധപ്പെട്ട ലോക്കൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് സ്ഥലമൊക്കെ പരിശോധിച്ച് അതിന് ഒരു 4 കോടിൻ്റെ പ്രൊജക്റ്റ് ഉണ്ടാക്കി. 4 കോടി പ്രൊജക്റ്റ്. ഒന്നാം ഘട്ടത്തിൽ ഒരു 1.5-2 കോടി, രണ്ടാം ഘട്ടത്തിൽ 2 കോടിയായിട്ട് അതിൻ്റെ പദ്ധതി ഇറക്കി മനോഹരമായ ഒരു ആശുപത്രി സമുച്ചയമായി മാറ്റാൻ MLA മുൻകൈ എടുക്കും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അവിടെ ഏതായാലും ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നു, എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് പഞ്ചായത്തിലെ PHCയിൽ ഡയാലിസിസ് സംവിധാനം ഒരുക്കുമെന്ന്. നിങ്ങളുടെ ഈ ആശുപത്രിയുടെ അതിനുള്ള സൗകര്യങ്ങൾ കൂടി അവിടെ ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടി യാഥാർത്ഥ്യമാക്കി തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല. ഇനിയും നമുക്ക് പുതിയ കർമ്മ പദ്ധതികൾ അതിന് മുന്നോട്ട് പോകണം. അതിന് ചെറുപ്പക്കാരനായ ഊർജ്ജസ്വനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെയുണ്ട്. അങ്ങനെ എല്ലാവരുമായി ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും പ്രതിനിധികളെ വിളിക്കുക. അപ്പോൾ ഒരു വാർഡിക്കന്നെ എല്ലാ ഫണ്ടും കൊടുക്കണ്ട. അപ്പോൾ ഫണ്ട് എല്ലായിടത്തേക്കും വന്നോളും. മറ്റെന്താ വെച്ചാൽ ഒരു കൂട്ടർക്ക് 60 ലക്ഷം, ഒരു കൂട്ടർക്ക് 10 ലക്ഷം ആകണ്ട. അപ്പം അങ്ങനെ ഒരു പദ്ധതികൾക്ക് ഒരു വിഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ മൾട്ടി പ്രൊജക്റ്റായി വെച്ചിട്ട് പദ്ധതികൾ ഉണ്ടാക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രസിഡന്റ് പറഞ്ഞു ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. എനിക്ക് അഭിപ്രായം പൊളിച്ചുകാണ്ട് പുതിയ ഉണ്ടാക്കണമെന്നില്ല. അപ്പോഴാണ് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കൺസെപ്റ്റ് വരും. അല്ല നിലവിൽ ഇതിൻ്റെ മുകളിലുണ്ടാക്കുന്നത് ഏച്ചൂട്ടിയ മാതിരിയാവും. സർക്കാരിൻ്റെ സാങ്ഷനൊക്കെ നമുക്ക് വാങ്ങാം. അതിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്ത് നമുക്ക് ഒരു ലോണും എടുക്കുക. അതിന് പഞ്ചായത്ത് ബോർഡ് തീരുമാനം എടുത്ത് ഒരു റിക്വസ്റ്റ് കൊടുത്ത് ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി അങ്ങനെ വരുമ്പോൾ നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ, ഇങ്ങോട്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. പിന്നെ മിനി സിവിൽ സ്റ്റേഷനൊന്നും ഇല്ല. ഇവിടെ ആകേണ്ടത് ഉസ്മാനെ ഒരു KSEBിൻ്റെ ഓഫീസുണ്ട്, വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസൊന്നും ഇല്ല. അപ്പം പഞ്ചായത്ത് അതന്നെ പറയുമ്പോൾ പറഞ്ഞല്ലോ. ഞാൻ ഉസ്മാനെ പറഞ്ഞു പോകാം, എനിക്കത് ഏറ്റു പറഞ്ഞു പോകാൻ പറ്റുമോ? ഞാൻ MLA ആണ്, അതുകൊണ്ടാണ് ഞാനേ പറഞ്ഞത്. കാരണം ഇവിടെ ആകെയുള്ള ഓഫീസിൽ എനിക്കറിയാമല്ലോ. പഞ്ചായത്തിനോടനുബന്ധിച്ചുള്ള ഓഫീസുകൾ അവരെ ഇതൊക്കെ നല്ല ഒരു ഇതായിട്ട് അത് വിഷം തിറക്കണില്ല, അത് നടക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലാൻ സ്കെച്ചൊക്കെ ഉണ്ടാക്കി ഒരു എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ പഞ്ചായത്തിന് ഫണ്ടിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ നമുക്ക് സർക്കാരിനെ സംബന്ധിച്ച് നിർത്തി സർക്കാരിൻ്റെ വിവിധ ഏജൻസികളിൽ നിന്ന് ലോണൊക്കെ വാങ്ങി നല്ല ഒരു മനോഹരമായ കെട്ടിടം ഉണ്ടാക്കാൻ ആയിരിക്കും നല്ലത്. അതിൻ്റെ മുൻകൈ പഞ്ചായത്ത് എടുത്താൽ അതിന് നിങ്ങൾ സഹായിക്കാൻ, അത് യാഥാർത്ഥ്യമാക്കി തരാനും എൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. ഇവിടെ മുൻകാലങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്തിനെ ഭരിച്ച ഭരണസാരഥികൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടും അവരുടെ കഴിവിൻ്റെ പരിമിതികൾക്കുന്നുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമങ്ങളും നടത്താൻ സാധിക്കും. അക്കാലത്ത് അവരൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടുവച്ചതുകൊണ്ടാണ് ഇന്ന് പല കാര്യങ്ങളും ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുന്നോട്ട് പോയി നമ്മുടെ കാവൂർ ഗ്രാമപഞ്ചായത്തിനെ ഉന്നതിയിലെത്തിക്കാൻ നമ്മുടെ എല്ലാവരും ഒരുമിച്ച് സഹായിച്ച് മുന്നേറണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 1ാം വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, ജയ്. വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾക്കുള്ള അവാർഡ് ദാനവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്
വൈസ് പ്രസിഡന്റുമാരെ ആദരിക്കലും PK ബഷീർ MLA നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷം വിശ്രമമറിയാതെ വികസന പാതയിൽ മുന്നേറുകയായിരുന്നു കാവനൂർ പഞ്ചായത്ത് ഉൾപ്പെടെ ഏറനാടൻ മണ്ഡലം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വരും വർഷങ്ങളിലും സമൂഹത്തിന്റെ നാനാതുറകളിലും പെട്ട ആളുകളിലേക്ക് വികസനത്തിന്റെ മധുരം നൽകാൻ കാവനൂർ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. കാവനൂർ പഞ്ചായത്തിന്റെ 1ാം വാർഷികം പ്രമാണിച്ച് പഞ്ചായത്തിലെ നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കാവനൂർ പഞ്ചായത്തിന്റെ ഒരു വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിക്കാണുന്ന ആളുകളാണ്. അതിന്റെ ഒരു വർഷത്തെ റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ കൂടുന്നത്. 1ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷനിൽ പഞ്ചായത്തിൽ നിന്നും വീട് ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നതിനാലാണ് കുടുംബശ്രീ അംഗങ്ങൾ നിർദ്ദേശിച്ച പാവപ്പെട്ട ഒരു കുടുംബത്തിന് അന്തിയുറങ്ങാൻ വീട് നിർമ്മിക്കുന്നതിന് അദ്ദേഹം വിശദീകരിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാർ, ആശാ വർക്കർമാർ, അതേപോലെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങി വെച്ച തയ്യൽ മെഷീൻ പരിശീലന ക്യാമ്പിൽ വിജയിച്ച് ഇനി സ്വന്തമായിട്ട് തയ്യൽ മെഷീനൊക്കെ വെച്ച് കട തുടങ്ങാൻ പോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അതേപോലെ ഒരുപാട് ആളുകളെ നമുക്ക് അനുമോദിക്കാം. ജനപ്രിയ വികസന നായകൻ PK ബഷീർ സാഹിബിനെ ആദരിക്കുകയാണ്. ആദരിക്കുന്നതിന് വേണ്ടി കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ഉസ്മാൻ സാഹിബ് ഭരണസമിതി അംഗമായിരുന്നു. 1979 മുതൽ 84 വരെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു PC പത്മനാഭൻ. അദ്ദേഹത്തെ പൊന്നാടയിൽ കാവനൂർ പഞ്ചായത്തിനെ നയിച്ച ശ്രീ P ചന്ദ്രൻ അവരെ MLA ആദരിക്കുന്നു. PK ബഷീർ സാഹിബ് ആദരിക്കുകയാണ്. ശ്രീമതി വിദ്യാവതി ഏറനാടൻ PK ബഷീർ സാഹിബ് ആദരിക്കുന്നു. ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ബാലസുബ്രഹ്മണ്യ അപ്പുവട്ടനെ ഏറനാടൻ PK ബഷീർ സാഹിബ് ഈ തന്നെ ദീർഘകാലം കാവനൂർ ക്യാമ്പസ് ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട അഹമ്മദ് ഹാജിയെ ഏറനാടൻ PK ബഷീർ സാഹിബ് ആദരിക്കുന്നു. വികസന സമിതി പൗരപ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് നിയമ പരിരക്ഷയോടെ ഒരു നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണുന്ന കേരളത്തിന് അഭിമാനമായി സംസ്ഥാനം തന്നെ കാവനൂരിനെ മാതൃകയാക്കുന്ന നാട്ടുകോടതിയും ISO സർട്ടിഫൈഡ് ഓഫീസും സേവനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന വില്ലേജ് ഓഫീസറെയും ജീവനക്കാരെയും കാവനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഏറനാടൻ കാവനൂരിന്റെ അമരക്കാരൻ ജില്ലാ സംസ്ഥാന കായിക മത്സരങ്ങളും നിരവധി അത്ലറ്റുകളെ പരിശീലിപ്പിച്ച് പങ്കെടുപ്പിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ കായിക പരിശീലകൻ ഇസ്മായിൽ ഇപ്പോ അദ്ദേഹത്തെ പ്രിയപ്പെട്ട MLA PK ബഷീർ സാഹിബ് അനുമോദിക്കുകയാണ്. ചാമ്പ്യൻസ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട അനൂപിനെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റൈഹാനത്ത് കുറുമാടെ ആദരിക്കുകയാണ്. ഇന്നത്തെ പരിപാടിക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി നിരവധി സാഹസിക പ്രകടനങ്ങളിലൂടെ നമ്മോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ആദരവ് മെമ്പർമാരെ ആദരിക്കുകയാണ്. 1ാം വാർഡിന്റെ CDS മെമ്പർ ശ്രീമതി സുബൈദ അവരെ 19ാം വാർഡ് മെമ്പർ ശ്രീമതി ഫൗസിയ സിദ്ദീഖ് ആദരിക്കുന്നു. 2ാം വാർഡിന്റെ CDS മെമ്പർ സിനു അവരെ കാവനൂർ പഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ പ്രസിഡന്റ് PV ഉസ്മാൻ സാഹിബ് ആദരിക്കുന്നു. 2ാം വാർഡ് 3ാം വാർഡ് CDS മെമ്പർ ശ്രീമതി രേഷ്മ അവരെ 17ാം വാർഡ് മെമ്പർ ബീന ചന്ദ്രൻ ആദരിക്കുന്നു. 4ാം വാർഡിന്റെ CDS മെമ്പർ ശ്രീമതി നുസ്രത്ത് അവരെ 16ാം വാർഡ് മെമ്പർ ഷാഹിന ബിനി മൊമെന്റോ നൽകി ആദരിക്കുന്നു. 5ാം വാർഡിന്റെ CDS മെമ്പർ ഫാസില അവരെ 15ാം വാർഡ് മെമ്പർ ശ്രീ രാമചന്ദ്രൻ അവരെ മൊമെന്റോ നൽകി ആദരിക്കുന്നു. ഇരുവരെയും കൃത്യമായി ക്ഷണിക്കുന്നു.
6ാം വാർഡിന്റെ CDS മെമ്പർ ശ്രീമതി അസ്മാബി അവർകളെ 14ാം വാർഡ് മെമ്പർ ശ്രീ പി ബി ഇബ്രാഹിം മാസ്റ്റർ ആദരിക്കുന്നു. അടുത്തതായി 7ാം വാർഡിന്റെ CDS മെമ്പർ ആയിഷാബി അവർകളെ 13ാം വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റ് ദിവ്യ രതീഷ് അവർകൾ മൊമെന്റോ നൽകി ആദരിക്കുകയാണ്. 8ാം വാർഡിന്റെ CDS മെമ്പർ ശ്രീമതി ശോഭന അവർകളെ 12ാം വാർഡ് മെമ്പർ പ്രസിഡന്റ് അവർക്ക് വേണ്ടി മൊമെന്റോ കൈമാറുകയാണ്. 8ാം വാർഡിന്റെ CDS മെമ്പർ ശോഭന അവർക്ക് കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരിക്കുന്നു. 9ാം വാർഡിന്റെ CDS മെമ്പർ നസീർ അവർകളെ 11ാം വാർഡ് മെമ്പർ KP സൈഫുദ്ദീൻ അവർകൾ മൊമെന്റോ നൽകി അനുമോദിക്കുന്നു. 10ാം വാർഡിന്റെ CDS മെമ്പർ ഷിജി ദേവി അവർക്കുള്ള ആദരവ് 10ാം വാർഡ് മെമ്പർ സുബൈദ അവർകൾ കൈമാറുന്നു. 11ാം വാർഡിന്റെ CDS മെമ്പർ ഫാത്തിമത്ത് സുബ്രാറ്റി അവർക്കുള്ള മൊമെന്റോ 9ാം വാർഡ് മെമ്പർ 8ാം വാർഡ് മെമ്പർ കൈമാറുന്നു. 12ാം വാർഡിന്റെ CDS മെമ്പർ ഹഫ്സത്ത് അവർക്ക് 12ാം വാർഡിന്റെ CDS മെമ്പർ ഹഫ്സത്ത് അവർക്ക് മൊമെന്റോ കൈമാറുന്നു. 8ാം വാർഡ് മെമ്പർ റീന അവരെ ക്ഷണിക്കുന്നു. 13ാം വാർഡിന്റെ CDS മെമ്പർ പ്രസന്ന അവർക്ക് 7ാം വാർഡ് മെമ്പർ ആയിഷാബി മൊമെന്റോ കൈമാറുന്നു. 14ാം വാർഡിന്റെ CDS മെമ്പർ സുലൈഖ അവർക്ക് 6ാം വാർഡ് മെമ്പർ 7ാം വാർഡ് മെമ്പർ കൈമാറുന്നു മൊമെന്റോ കൈമാറുന്നു. 15ാം വാർഡ് CDS മെമ്പറായ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ റംലാബിക്ക് മൊമെന്റോ കൈമാറുന്നു. റംലാബിക്കുള്ള മൊമെന്റോ കൈമാറുന്നു. 5ാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട അഷ്റഫ്. 4ാം വാർഡ് മെമ്പർ ഫൗസിയ പരോളി അവർ ക്ഷണിക്കുന്നു. 16ാം വാർഡിന്റെ CDS മെമ്പർ സരിത അവർക്കുള്ള മൊമെന്റോ 4ാം വാർഡ് മെമ്പർ തന്നെ കൈമാറുന്നു. 17ാം വാർഡിന്റെ CDS മെമ്പർ റീന അവർക്ക് 3ാം വാർഡ് മെമ്പർ സിന്ധു പ്രദീപ് മൊമെന്റോ കൈമാറുന്നു. അടുത്തതായി 18ാം വാർഡിന്റെ CDS മെമ്പർ ഫസീല അവർക്ക് മൊമെന്റോ കൈമാറുന്നതിന് വേണ്ടി 6ാം വാർഡ് മെമ്പറെ ക്ഷണിക്കുന്നു. CDS വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അടുത്തതായി 19ാം വാർഡിന്റെ CDS മെമ്പർ ആയിഷക്കുട്ടിക്കുള്ള മൊമെന്റോ കൈമാറുന്നത് 1ാം വാർഡ് മെമ്പർ ശൈനി രാജനും 2ാം വാർഡ് മെമ്പർ അനിത രാജനും കൂടി കൈമാറുന്നു. ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട CDS മെമ്പർമാരെ ആദരിക്കുകയാണ്. 1ാം വാർഡിന്റെ CDS മെമ്പർ സുബൈദ അവറുകളെ ആദരിക്കുന്നു. 19ാം വാർഡ് മെമ്പർ ശ്രീമതി ഫൗസിയ സിദ്ദീഖ്. ഇരുവരെയും കൃത്യമായി ക്ഷണിക്കും. ആണോളം ഉയർത്തിയ പ്രിയപ്പെട്ട സ്പോർട്സ് അക്കാദമിയുടെ കുട്ടികളെ ആദരിക്കുകയാണ്. വിഷ്ണു 800 മീറ്ററിൽ മികച്ച വിജയം കരസ്ഥമാക്കി. സൈഫുദ്ദീൻ PT ഡിസ്കസ് ത്രോയിലൂടെ. റിതു കൃഷ്ണൻ ബോൾ ത്രോയിൽ മികച്ച വിജയം കരസ്ഥമാക്കി. റിതു കൃഷ്ണൻ. അതിനുശേഷം അർഷദ് T ജാവലിൻ ഡിസ്കസ് ത്രോയിൽ. സനു പുലി ട്രിപ്പിൾ ജംപ്.
Ijaz CK 4x400 mixer relay and Afif Noora Khalil. പേര് വിളിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇജാസ് CK, അഫീഫ് നൂറ ഖലീൽ 4x400 മിക്സർ റിലേ. 10 കിലോമീറ്റർ ക്രോസ് കൺട്രി മത്സരത്തിൽ വിജയം കൈവരിച്ച ആഷിഖ് AP. 10 കിലോമീറ്റർ ക്രോസ് കൺട്രി മത്സരത്തിൽ വിജയം കൈവരിച്ച ആഷിഖ് AP, ഷബീബ് TV ആൻഡ് മുഹമ്മദ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് പരിശ്രമങ്ങളുണ്ട് ഇവരുടെ വിജയത്തിന് പിന്നിൽ. നിരന്തര പരിശീലനത്തിലൂടെ നേടിയെടുത്തതാണ്. അഭിമാനം വാനോളം ഉയർത്തിയ പ്രിയപ്പെട്ട അത്ലറ്റുകൾക്ക് കാവനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആദരം അർപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്, നിങ്ങളുടെ പരിശീലനങ്ങൾക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ കാവനൂർ പഞ്ചായത്ത് ഭരണസമിതി കൂടെയുണ്ടാകും. 10 കിലോമീറ്റർ ക്രോസ് കൺട്രി മത്സരത്തിൽ വിജയിച്ച ആഷിഖ് AP, ഷബീബ് TV, മുഹമ്മദ്. അതിനുശേഷം തുളസി K ഡിസ്കസ് ത്രോ, വർഷ P ജാവലിൻ ത്രോ, ആഷിക P ജാവലിൻ ഫസ്റ്റ്, ജിതിൻ ഷാ ഡിസ്കസ് ത്രോ. ഈ പേര് വിളിച്ച കുട്ടികൾ ഇനി ആരെങ്കിലും വാങ്ങണ്ടേ വാങ്ങാം. ഇല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേർന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്കുള്ള അവാർഡ് നൽകാം. ആഷിക എന്ന കുട്ടിക്ക് വേണ്ടിയുള്ള ഷഹനാസിയ, അനന്തകൃഷ്ണൻ ആൻഡ് ഷഹനാസ്. അനന്തകൃഷ്ണൻ, അടുത്ത ഷഹനാസ്. അൻഷിഫ് MP, അൻഷിഫ് MP. നെടുവ LK. നമ്മുടെ 19 വാർഡുകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ വാർഡുകളിലെ ഏറ്റവും ദരിദ്രരായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി സർവേ നടത്താൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട ആളുകളെ ആദരിക്കുകയാണ്. ഷിജിത KP, ഷഹനാസ് M, അസ്മിയ AP, ദിൻസാന KP, ആരവ്, ഷകില ഷെറിൻ T, ഷകില ഷെറിൻ T, അൻഷദ് KT, ഷമില ഷെറിൻ T, ഷിൻഫ, അൻഷിഫ് MP, മുഹമ്മദ് ഫസൽ EK, കാവേരി K, മേഘ K, നസീമ PT, ഹുദ പർവീൻ, ഫാത്തിമ മിസ്രിയ, മുഹമ്മദ് അസ്ലം, മുഹമ്മദ് മുനീസ് O, ഫാത്തിമ സഹിദ TK, സജ ഫാത്തിമ M, ഷിഫ്ന MC, ഷൈസ ഫാത്തിമ CK, മുഹമ്മദ് ഇൻസാഫ് ആൻഡ് അശ്വിൻ C.
ഇത് വെറും 5 വർഷത്തെ ഭരണമല്ല, ഒരു 50 വർഷത്തേക്കുള്ള കാഴ്ചപ്പാടാണ്. കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു നാടിന്റെ ഹൃദയത്തുടി പറഞ്ഞ് കരുതലും വികസനവുമായി ജനകീയ ഭരണസമിതി 1 വർഷം പൂർത്തീകരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിയ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഉസ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഈ വാർഷികാഘോഷ പരിപാടികളിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും നമ്മൾ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു സാഹചര്യത്തിൽ കോവിഡ് എന്ന മഹാമാരിയിൽ പഞ്ചായത്ത് ആടി ഉലഞ്ഞപ്പോൾ പഞ്ചായത്തിന്റെ പ്രതീക്ഷാ വണ്ടിയിലെ ഡ്രൈവറായി വന്ന ഒരാളുണ്ട്, CP സിദ്ദീഖ്. നിങ്ങൾക്കറിയാം, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, ഇപ്പൊ ഇവിടെ പൊന്നാക്കിക്കൊണ്ടിരിക്കുന്ന. നിങ്ങൾക്കറിയാം, സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഒരാള് സ്വന്തം പാപ്പ മകനെ വണ്ടിയിൽ കൊണ്ടാൻ തയ്യാറാകാത്തൊരു കാലഘട്ടത്തിൽ സിദ്ദീഖിനെ വിളിച്ചിട്ട് ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഞാൻ ആ വണ്ടി ഡ്രൈവർ പണി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതീക്ഷ വണ്ടിയുടെ ഡ്രൈവറായിട്ട് 3 മാസക്കാലം പ്രവർത്തിച്ച പ്രിയപ്പെട്ട സിദ്ദീഖ്. അതേപോലെ പഞ്ചായത്തിന്റെ ഏത് കാര്യത്തിലും ഇപ്പോൾ നമ്മളെ ബിനുവിന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് മജ്ജ മാറ്റി വെക്കുന്ന ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് അതിന്റെ ജനറൽ കൺവീനറാണ്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, നമ്മുടെ കോർഡിനേറ്ററാണ്, അതേപോലെ തന്നെ ക്ലബിന്റെ ആളാണ്. എല്ലാത്തിലും കയ്യൊപ്പ് ചാർത്തുന്ന സിദ്ദീഖിനെ കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് ആദരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് പ്രിയപ്പെട്ട സിദ്ദീഖിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അത് കൊടുക്കുന്ന ആളെ പ്രസിഡന്റിനെ പകലുന്ന വ്യത്യാസമില്ലാതെ നാടിനും നാട്ടുകാർക്കും ജനങ്ങൾക്കും വേണ്ടി ഓടി നടന്ന നാടിന്റെ കടമണി, നാടുകാർക്ക് പ്രതീക്ഷയായിട്ടുള്ള സിദ്ദീഖ് സാഹിബിന് TV ഉസ്മാൻ സാഹിബ് നമ്മുടെ കൈമാറും. മെമ്പർമാരെ കൃത്യമായി ക്ഷണിക്കുന്നു. 1-ാം വാർഡിലെ ആശാ വർക്കർ ആദരിക്കുന്നു. 1-ാം വാർഡ് മെമ്പർ ഷൈനി രാജ്. അടുത്തതായി 1-ാം വാർഡിൽ തന്നെ ആശാ വോളണ്ടിയറെ ക്ഷണിക്കുന്നു. അതിനുശേഷം 2-3 വാർഡുകളിലെ ആശാ വോളണ്ടിയർമാർ വരിക. ശ്രീമതി ഷഹർബാൻ ഷെരീഫ് അവർക്കുള്ള മൊമെന്റോ കൈമാറുന്നു. അടുത്തതായി 2-ാം വാർഡിലെ ആശാ വർക്കർമാർ 2, 3, 4, 5 എല്ലാവരും വരും. ഇതിലെങ്ങനെ ഈ സൈഡിലൂടെ വരാം, ആശമാർ ഈ സൈഡിലൂടെ. ഇവർക്കുള്ള മൊമെന്റോ കൈമാറുന്നത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ അബ്ദുറഹ്മാൻ അവർ. ആശാ വർക്കർമാരൊക്കെ വരും. ആശാ വർക്കറെ ആദരിക്കുന്നത് ബ്ലോക്ക് മെമ്പർ ശ്രീ അബ്ദുറഹ്മാൻ അവർ. അടുത്തതായി അടുത്ത ആശാ വർക്കറെ അനുമോദിക്കുന്നതിന് വേണ്ടി ശ്രീ ഷിബുല്ലാൽ അവരെ ക്ഷണിക്കുന്നു. അടുത്ത വാർഡിൽ 2-2-അല്ലേ 3 പേര് വരും. നാലാം വാർഡ്. നെക്സ്റ്റ് അടുത്ത ആൾ വരും. 4-ാണ് 4-ാം വാർഡ് പ്രസിഡന്റ്. 4-ാം വാർഡ് നാലാം വാർഡിന്റെ ആശാ വർക്കർ മെമ്പർ കൂടിയ ഫൗസിയ ഫറോളിയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. 5-ാം വാർഡ് ആശാ വർക്കർമാരെ എല്ലാവരും പരിക്കൽ വരും. പേര് വേണ്ട, ആ വർക്കിക്ക് പോയി പരിക്കും എല്ലാവരും വരും. 19-ാം വാർഡിന്റെ ആശാ വർക്കർ ആയിഷക്കുട്ടി അവരെ ആദരിക്കുകയാണ്. എല്ലാവരും കടന്നു വരും. ഒരുപാട് ആളുകൾ ഇനി നമുക്ക് ആദരിക്കാനുണ്ട്. നമ്മുടെ കഴിഞ്ഞൊരു വർഷം കടന്നു പോയത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ്. അതിനെല്ലാം അടയാളപ്പുള്ളിത്തലുകളാണ് കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 1-ാം വാർഷികാഘോഷ പരിപാടി.
കൊറോണ വൈറസിന് മുന്നിൽ ലോകം തന്നെ പകച്ചുപോയ നിമിഷങ്ങളിൽ കൂടെ നിന്ന പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാരെ ആദരിക്കുകയാണ് കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. നമ്മുടെ ഓരോ വാർഡുകളിലും നമ്മൾക്ക് ഓരോ ബുദ്ധിമുട്ട് ഉണ്ടായപ്പോഴും മരുന്നുമായി നമ്മുടെ അടുത്ത് ഓടിയെത്തിയ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുമ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം നൽകണമെന്ന് കൈയടിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ് മഹാമാരി നമ്മുടെ നാട്ടിൽ പിടിപുറക്കിയപ്പോൾ വാർഡ് മെമ്പർമാർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം ഓരോ വീടുകളിലെയും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന ആരോഗ്യ പ്രവർത്തകർ, ആശാ വോളണ്ടിയർമാർ, ഇത് 5 വർഷത്തെ ഭരണമായിരിക്കില്ല. കാവന്നൂരിൽ നമ്മൾ ഈ ചടങ്ങിൽ കൈമാറും. വളരുന്ന കാവന്നൂരിന് തളരാത്ത പിൻബലം കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 1 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 19 വാർഡുകളിലും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനങ്ങളോടൊപ്പം കോവിഡിന്റെ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്ന് കാവന്നൂർ പഞ്ചായത്ത് ഭരണസമിതി. മാത്രമല്ല, ഇതിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ സ്വന്തമായിട്ട് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ പഞ്ചായത്ത് റംലാത്താൻ്റെ കെയർഓഫിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സഹായിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇതിൽ ഒരു ടീമായിട്ട് വരികയാണെങ്കിൽ വീട്ടിൽ നിന്ന് തയ്ക്കണമല്ലോ കേട്ടോ, മാക്സിൻ്റെ അടി വെട്ടുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞത്. പുറത്ത് വന്നിട്ട് ഇങ്ങനെ ടീമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഏത് ടീമാണ് തുടങ്ങുക വെച്ചാൽ അവർക്ക് എൻ്റെ വക ഒരു പെഡൽ മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ആദ്യമായിട്ട് 3 ആൾ കൂടിയിട്ട് ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്. അവർക്ക് ആദ്യമായിട്ട് ഒരു പെഡൽ മെഷീൻ ഈ ആഴ്ച വാങ്ങിച്ചു കൊടുക്കുന്നതോടെ പറയും. ശരി, നെക്സ്റ്റ്. ഇത് വിതരണം ചെയ്യുന്നത് ഓരോ മെമ്പർമാരാണ്. മുർഷിദ ടിക്കറ്റ് 1ാം വാർഡ് മെമ്പർ ഷൈനി. കാവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 1 വർഷം പിന്നിടുമ്പോൾ ധന്യമുഹൂർത്തമാണിത്. പഞ്ചായത്തിന്റെ കീഴിൽ സൗജന്യമായി JSSന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ ഇന്ത്യ പ്രോജക്റ്റിലൂടെ തയ്യൽ പരിശീലനം നേടിയവർക്കുള്ള ഉപഹാരങ്ങൾ കൈമാറുകയാണ്. 2ാം വാർഡ് മെമ്പർ. സർട്ടിഫിക്കറ്റിന് പുറമെ ഇവർക്ക് കാവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രത്യേക ഗിഫ്റ്റ് കൂടി കൈമാറുകയാണ്. മലയിൽ മുർഷിദ. 3ാം വാർഡ് മെമ്പർ.
ജിജിമോൾ താനാരി കൊടുക്കുന്നത് 4-ാം വാർഡ് മെമ്പർ. അടുത്ത സുമയ്യ ഓ 5-ാം വാർഡ് മെമ്പർ, 6-ാം വാർഡ് മെമ്പർ. പ്രജിഷായിക്ക് 6-ാം വാർഡ് മെമ്പർ. തുഷാര കെ ടി നൽകുന്നത് 7-ാം വാർഡ് മെമ്പർ. അടുത്ത മറിയുമ്മ പി കെക്ക് നൽകുന്നത് 8-ാം വാർഡ് മെമ്പർ. അടുത്ത സാജിദ എമ്മിന് 9-ാം വാർഡ് മെമ്പർ. അടുത്ത ഷെറീന കെ പി നൽകുന്നത് 10-ാം വാർഡ് മെമ്പർ. അടുത്ത ശോഭന കേക്ക് നൽകുന്നത് 11-ാം വാർഡ് മെമ്പർ. അടുത്ത റെജീനക്ക് നൽകുന്നത് 13-ാം വാർഡ് മെമ്പർ. അടുത്ത സത്യഭാമക്ക് നൽകുന്നത് 14-ാം വാർഡ് മെമ്പർ. അടുത്ത മൈമുനത്തിന് നൽകുന്നത് ചന്ദ്രേട്ടൻ 15-ാം വാർഡ് മെമ്പർ. സൈലബ പൂക്കോടൻ നൽകുന്നത് 16-ാം വാർഡ് മെമ്പർ. അടുത്ത ഷാഹിദ ബീഗത്തിന് നൽകുന്നത് 17-ാം വാർഡ് മെമ്പർ. അടുത്ത ജമീല കരിമ്പനക്ക് നൽകുന്നത് പ്രസിഡന്റ് 18-ാം വാർഡ് മെമ്പർ. അടുത്ത തസ്മി ബാനു സി കെ നൽകുന്നത് 19-ാം വാർഡ്. ഈ ഒരാൾ കൂടിയിട്ട് ബുഷ്റക്ക് നൽകുന്നത് പ്രസിഡന്റ്. സർട്ടിഫിക്കറ്റ് വിതരണം അവസാനിച്ചു. എല്ലാവർക്കും നന്ദി. കാവനൂർ പഞ്ചായത്തിന് കീഴിൽ സൗജന്യമായി കരാട്ടെ പരിശീലിപ്പിക്കുന്ന ഈ സംഘത്തിന് എല്ലാവിധ നന്മകളും നേരുകയാണ്. പ്രവീൺ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയത്. ഈ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ നേരത്തെ കണ്ടാണ് ഇവരുടെ പ്രകടനം. ഫൈജാസ് ഫഹർ വെള്ളി മെഡൽ നേടിയ ഈ കൊച്ചു പ്രതിഭയെ ആദരിക്കുകയാണ്. നരികുൻ സബ് ജൂനിയർ കരാട്ടെ ഗോൾഡ് ആൻഡ് വെങ്കല മെഡൽ നേടിയ നരികുൻ സബ് ജൂനിയർ കരാട്ടയിൽ ഗോൾഡ് ആൻഡ് വെങ്കല മെഡൽ നേടിയ കുട്ടി. ഹാദി റഹ്മാൻ ഗോൾഡ് വെങ്കല മെഡൽ നേടിയ പ്രതിഭയെ ആദരിക്കുകയാണ്. നജീം വെങ്കല മെഡൽ നേടിയ പ്രതിഭയെ ആദരിക്കുന്നു.
ചാമ്പ്യൻസ് മാർഷൽ ആർട്സിന് കീഴിൽ കാവനൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് കുട്ടികൾ പരിശീലനം നേടുന്നത്. മുഹമ്മദ് സിനാൻ ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് സിനാനെ ക്ഷണിക്കുന്നു. അർജുൻ വെങ്കല മെഡൽ നേടിയ ഈ വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായി നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്ന ഒരു സംവിധാനമാണ് കാവനൂർ പഞ്ചായത്തിന് കീഴിൽ നിലവിലുള്ളത്. അസ്മാൻ പി ഗോൾഡ് വെങ്കല മെഡൽ നേടിയ ഈ പ്രതിഭയെ കൃത്യമായി ക്ഷണിക്കുന്നു. അസ്മാൻ പി. അടുത്തത് അശ്വിൻ സിനാൻ. അശ്വിൻ സിനാൻ. ആഷിക വെങ്കല മെഡൽ നേടിയ ആഷികയെ ക്ഷണിക്കുന്നു. അതിനുശേഷം ഫാത്തിമ ബിസ്നയെ. ഐബക് ഹാവി ഗോൾഡ് മെഡൽ നേടിയ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഐബക് ഹാവി. ഐബക് ഹാവി. ഒന്ന് കൈയടിച്ച് ഒരു കുഞ്ഞു പ്രതിഭ. അതിനുശേഷം ഐബക് ഹാവി ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ കരാട്ടെ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. താങ്ക് യു. മുഹമ്മദ് ഇഷാൻ വെങ്കല മെഡൽ നേടിയ വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. ജില്ലാ ചാമ്പ്യൻഷിപ്പ് കരാട്ടയിൽ 10 വയസ്സിന് താഴെയുള്ള മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ മുഹമ്മദ് ഇഷാൻ. വെള്ളി മെഡൽ നേടിയ പാർവതി. റുഷ്ദ ഹസീൻ ഗോൾഡ് വെള്ളി മെഡൽ നേടിയ റുഷ്ദ ഹസീൻ. അടുത്തതായി ആയിഷ ജൽവ വെങ്കല മെഡൽ നേടിയ വിദ്യാർത്ഥി. ആയിഷ ജൽവ. അതിനുശേഷം ദിയ ത്രീ ഗോൾഡ് മെഡൽ നേടിയ ദിയ ത്രീ. ദിയ ത്രീ ഗോൾഡ് മെഡൽ നേടിയ ദിയ ത്രീ. സ്റ്റേറ്റ് ലെവൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ദിയ ടി. അതിനുശേഷം ബിജീഷ് പി ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നു. ബിജീഷ് ടി. അതിനുശേഷം സിന്ധ വെങ്കല മെഡൽ നേടി വിദ്യാർത്ഥി. സിന്ധ വെങ്കലം. അതിനുശേഷം ഋതിക കൃഷ്ണ വെങ്കല മെഡൽ നേടിയ വിദ്യാർത്ഥി. ഋതിക കൃഷ്ണ. കാവനൂർ പഞ്ചായത്തിന് കീഴിൽ എല്ലാ ഞായറാഴ്ചയും സൗജന്യമായി കരാട്ടെ പരിശീലിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ബഹുമുഖ പ്രതിഭകളായി വളർന്നിരിക്കുന്നു. അടുത്ത 2-3 മൊമെന്റുകൾ കൂടി കൈമാറുകയാണ്. പ്രഥമ പ്രതിഭാ പുരസ്കാരത്തിന് അർഹമായ MA റഹ്മാൻ, ഏറനാടൻ നാട്ടുവാർത്ത, ACV മുഹമ്മദ് എന്നിവർക്കുള്ള ഉപഹാരം കൈമാറുകയാണ്. ഇരുവരെയും സ്റ്റേജിലേക്ക് കൃത്യമായി ക്ഷണിക്കുന്നു.
നാട്ടുവാർത്തകളുടെ കർമ്മവും നർമ്മവും ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രാദേശിക വാർത്തകളുടെ സമഗ്ര വിവരങ്ങൾ തനിമ ചോരാതെ നമ്മളിലെത്തിക്കുന്ന വാർത്താ മാധ്യമ പ്രവർത്തകർ ആദരിക്കുകയാണ്. എം എ റഹ്മാൻ, ഏറനാടൻ നാട്ടുവാർത്ത, മുഹമ്മദ് എസ് ന്യൂസ്. അടുത്തതായി ജില്ലാ RRT മെമ്പർ ശ്രീ കമറുദ്ദീൻ വാക്കാലൂർ അവരുടെ ഈ ചടങ്ങിൽ ആദരിക്കുകയാണ്. ഓരോ നാടും പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുകയായിരുന്നു. ഇതിനിടയിലാണ് സന്നദ്ധ പ്രവർത്തനത്തിലൂടെ RRT വളർത്തിയവർ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലാ RRT മെമ്പറായി സേവനമനുഷ്ഠിച്ച വാക്കാലൂരിന്റെ നായകൻ കമറുദ്ദീൻ അവരുടെ കാവനൂർ പഞ്ചായത്ത് ഭരണസമിതി ആദരിക്കുകയാണ്. ഫസൽമാസ് വളരെ ചെറുപ്പകാലം തൊട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ, മാപ്പിളപ്പാട്ട് വേദികളിൽ നിരവധി വർഷങ്ങൾ സംസ്ഥാന ജേതാവായ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരൻ ശിഹാബ് അരീക്കോ ഗാനാലാപന രംഗത്തും ഗാന രചന സംഗീത രംഗത്തും നിരവധി പ്രതിഭകളെ നാടിന് സമ്മാനിച്ച, ഹർഷയടക്കമുള്ളവരെ ഈ നാടിന് സമർപ്പിച്ച പ്രിയപ്പെട്ട ശിഹാബ് അരീക്കോടിനെ കാവനൂർ പഞ്ചായത്ത് ഭരണസമിതി ആദരിക്കുകയാണ്. നമസ്കാരം. ഷഹീനും കൂടി കഴിഞ്ഞിട്ട് ഷഹീൻ വന്നിട്ടുണ്ടോ? ഷഹീൻ ഇനി ക്ഷണിക്കാതെ ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും വരുന്ന ഒരാളുണ്ട് നമ്മുടെ കാവനൂരിൽ. പഞ്ചായത്തിൽ അപേക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റെഡിയാണ്. പഞ്ചായത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടാകുമ്പം അവിടെ ആദ്യാവസാനം ഉണ്ടാവും. നമ്മൾ പലരും എന്നെ വിളിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല. അപ്പോൾ ഇവിടെ ഒരു പരിപാടി നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, എത്ര നൂറുകണക്കിന് കലാകാരന്മാരെയും കായിക രംഗത്തുള്ള ആളുകളെയും ഇവിടെ ആദരിക്കുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ ആദരിക്കുന്നുണ്ട്. ഒരു പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കോ പേര് ഇവിടെ എഴുതാൻ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താൻ മറന്നിട്ടുണ്ടാവും. ചിലരിൽ ആരും ഓർമ്മപ്പെടുത്തില്ല. ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മളെ അങ്ങനെ എന്താ പറയുക, നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇതിലാറ് അർഹതപ്പെട്ട ആളുകൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവാം, പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയുന്ന എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ വിളിക്കാണ്ടേ, ഞങ്ങൾ ക്ഷണിക്കാണ്ടേ കാവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, അത് വയോജനങ്ങൾ കട്ടിൽ കൊടുക്കുന്ന സമയത്താണെങ്കിലും ബയോബിന് കൊടുക്കുന്ന സമയത്താണെങ്കിലും പഞ്ചായത്തിന് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോകല്ല. പക്ഷെ അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ വരുന്ന ഒരാളുണ്ട്. ഇന്നും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം കാണുന്നില്ല. പ്രിയപ്പെട്ട മുസ്തഫ കപ്പച്ചാലി അവിടെ ഉണ്ടല്ലേ? അപ്പൊ നേരത്തെ തീരുമാനിച്ചതല്ല, ഇപ്പം അദ്ദേഹത്തെ ഇന്ന് രാവിലെ ആണ് അദ്ദേഹത്തിന്റെ ഓർമ്മ വരുന്നത്. അതിലാറെ ഞാൻ പറയില്ല, എപ്പോഴും നമ്മളിപ്പോൾ ഉണ്ടാകുന്ന ആളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്തഫ കപ്പച്ചാലി ഞങ്ങൾ ആദരിക്കുകയാണ്. ജനോപകാരപ്രമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മുസ്തഫ കപ്പച്ചാലി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. നമ്മുടെ ആദരം ചടങ്ങ് ഇനിയുണ്ടോ? ഗാനരചനാ രംഗത്ത് വനിതകളുടെ കടന്നുവരെ നമ്മൾ അത്ര തന്നെ പരിചിതമല്ല. എന്നാൽ നിരവധി ഗാനങ്ങൾ രചിച്ചുകൊണ്ട് കൈരടിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഷാഹിന മലപ്പുറത്തിനെ കാവനൂർ പഞ്ചായത്ത് ഭരണസമിതി ആദരിക്കുകയാണ്. ഷിഹാബിക്കയുടെയും ഷാഹിനയും ഷാഹിന 3 മണിക്ക് ശേഷം പാടും. ഇനി നമ്മൾ കോവിഡ് മഹാമാരി വന്ന സമയത്ത് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത ആളുകളെ ഇവിടെ മജ്മ ബീച്ച് സെന്ററിൽ നമ്മൾ താമസിപ്പിച്ചിരുന്നു. അന്ന് നമ്മുടെ ഈ DCCയെ നല്ല രീതിയിൽ മാഷന്മാരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് സമയബന്ധിതമായിട്ട് അവരുടെ ഭക്ഷണവും അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും കോർഡിനേറ്റ് ചെയ്തിരുന്ന പ്രിയപ്പെട്ട ഫസൽ മാഷെ കാവനൂർ ഗ്രാമപഞ്ചായത്ത് ആദരിക്കുകയാണ്. പ്രിയപ്പെട്ട ഫസൽ മാഷെ ക്ഷണിച്ചു. ഒന്ന് പോയി നോക്കാൻ പോലും നമുക്ക് കഴിയാതിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഒറ്റപ്പെട്ട റൂമുകളിൽ അടച്ചിരിക്കേണ്ട കോവിഡ് എന്ന മഹാമാരി കാലത്ത് കാവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ
ഡൊമസിലിയറി കെയർ സെന്റർ കാവനൂർ മഞ്ചുമയിൽ പ്രവർത്തിച്ചപ്പോൾ അധ്യാപകരെയും വോളണ്ടിയർമാരെയും ചാർജ് ഓഫീസർമാരെയും കോർഡിനേറ്റ് ചെയ്ത പ്രിയപ്പെട്ട ഫസൽ മാഷെ കാവനൂർ പഞ്ചായത്ത് ഭരണസമിതി ആദരിക്കുകയാണ്. താങ്ക് യു. അടുത്തതായി ഉനൈസിനെ ആദരിക്കുന്നു. ഈ കുടുംബശ്രീയിൽ നേരത്തെ വരാത്ത എത്തിപ്പെടാൻ കഴിയാത്ത ഒരാളാണ് സിനു, 2ാം വാർഡ്. 2ാം വാർഡ് CDS മെമ്പർക്ക് പ്രിയപ്പെട്ട റംലാത്ത 2ാം വാർഡിന്റെ CDS മെമ്പർ സിനു അവറുകളെ പ്രിയപ്പെട്ട റംലാത്ത ആദരിക്കുന്നു. അടുത്തതായി ഉനൈസിനുള്ള ഉപഹാരം കൈമാറുകയാണ്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ആക്ഷൻ ഫോഴ്സിന്റെ പഞ്ചായത്ത് ക്യാപ്റ്റൻ പ്രിയപ്പെട്ട ഉനൈസിനെ ക്ഷണിക്കുന്നു. ദുരന്തങ്ങളും പേമാരികളും അപകടങ്ങളും നിത്യസംഭവമായ കേരളത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ സന്നദ്ധ സേവനത്തിനായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ കേരള യൂത്ത് ആക്ഷൻ ഫോഴ്സിന്റെ കാവനൂർ പഞ്ചായത്ത് ടീം ക്യാപ്റ്റൻ സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളോടെ മുൻപന്തിയിൽ നിലകൊള്ളുന്ന പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് അംഗം ഉനൈസ് പാലക്കാപ്പറമ്പിനെ കാവനൂർ പഞ്ചായത്ത് ഭരണസമിതി ആദരിക്കും. പ്രഥമ പ്രതിഭ പുരസ്കാരത്തിന് അർഹമായ MA റഹ്മാൻ, ഏറനാടൻ നാട്ടുവാർത്ത, ACV മുഹമ്മദ് എന്നിവർക്കുള്ള ഉപഹാരം കൈമാറുകയാണ്. ഇരുവരെയും സ്റ്റേജിലേക്ക് കൃത്യമായി ക്ഷണിക്കുന്നു. നാട്ടുവാർത്തകളുടെ കർമ്മവും നർമ്മവും ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രാദേശിക വാർത്തകളുടെ സമഗ്ര വിവരങ്ങൾ തനിമ ചോരാതെ നമ്മളിലെത്തിക്കുന്ന വാർത്താ മാധ്യമ പ്രവർത്തകർ ആദരിക്കുകയാണ്. MA റഹ്മാൻ, ഏറനാടൻ നാട്ടുവാർത്ത, മുഹമ്മദ്, ACV ന്യൂസ്. അടുത്തതായി ജില്ലാ RRT മെമ്പർ ശ്രീ കമറുദ്ദീൻ വാക്കാലൂർ അവരെ ഈ ചടങ്ങിൽ ആദരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ PP ഇബ്രാഹിം മാസ്റ്റർ, KP സൈഫുദ്ദീൻ, ഷെഹർബാൻ ഷെരീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ EP മുജീബ്, ഷിബിൽലാൽ, M അബ്ദുറഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ റൈഹാനത്ത് കുറുമാടൻ, MP ഷെരീഫ ടീച്ചർ, വാർഡ് മെമ്പർമാരായ ഷൈനി രാജൻ, അനിത രാജൻ, സിന്ധു പ്രദീപ്, ഫൗസിയ പനോളി, അഷ്റഫ്, സുനിത കുമാരി, ഐഷാബി, ലീന, സുബൈദ, ഷെരീഫ്, രാമചന്ദ്രൻ, ഷാഹിന, സീന ചന്ദ്രൻ, ഫൗസിയ സിദ്ദീഖ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയ വിവിധ മേഖലകളിലായി നിരവധി പേർ ആശംസകൾ നേർന്നു സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ രതീഷ് സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെഹർബാൻ ഷെരീഫ് നന്ദിയും പറഞ്ഞു. സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. നമ്മുടെ PK ബഷീർ സാഹിബിന്റെ ഫണ്ടിൽ നിന്നും നമ്മൾക്ക് PHSC കെട്ടിടം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനം ഒരു ചടങ്ങിന് സാക്ഷിയാവുകയാണ്. കാവനൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ അതിൻ്റെ 1ാം വാർഷികം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലത്തിൽ നടത്തുമ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പരിപാടിയായിട്ടാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV ഉസ്മാൻ സാഹിബ്, വേദിയിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ, സഹമെമ്പറായിട്ടുള്ള അബ്ദുറഹ്മാൻ, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് കാവനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ 1ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ വളരെ അഭിമാനപൂർവ്വം തന്നെയാണ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ ഇവിടെ തലയുയർത്തി ഈ ഒരു വേദിയെ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ കാവനൂരിൽ കഴിഞ്ഞ ഒരു വർഷം
കാഴ്ചവെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്നത്തെ പത്രവാർത്ത കാണാൻ സാധിച്ചു. കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കാവനൂരിലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ വീട് നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളൊരു വാർത്ത ഏറെ സന്തോഷത്തോടെ കാണാൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഇങ്ങനൊരു പ്രസിഡന്റിനെ നിങ്ങൾക്ക് കിട്ടിയത്. ഈ ഒരു പ്രസിഡന്റ് സമീപ പഞ്ചായത്തൊക്കെ അപേക്ഷിക്കുമ്പോൾ ഒരു പടി മുന്നേ നിൽക്കേണ്ട പ്രസിഡന്റാണ്. ഇത് TKT അദ്വാജി കേട്ടാൽ ചിലപ്പോൾ എന്നോട് തെറ്റും, ഞങ്ങളുടെ പ്രസിഡന്റാണ്. എന്നിരുന്നാൽ പോലും ഉള്ള കാര്യങ്ങൾ പറയണമല്ലോ. തീർച്ചയായിട്ടും വരും കാലങ്ങളിലും ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. 1-ാം വർഷം ഇങ്ങനെ നമ്മളെയൊക്കെ ഞെട്ടിച്ച ഈ പ്രസിഡന്റ് അടുത്ത വർഷം ഇതിൽ ഒരു പടി ഉയർന്നുകൊണ്ടുള്ള ചിന്താഗതികളും ഐഡിയാസോട്ടും ഒക്കെ ആയിട്ട് കാവനൂരിന്റെ വികസനത്തിന് വേണ്ടി വരും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. വരുന്ന 4 വർഷവും ഇതുപോലത്തുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഉസ്മാൻ സാഹിബ്, ഈ 1-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ആദരണീയനായ ഏറനാട് MLA PK ബഷീർ സാഹിബ്, സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ദിവ്യ രതീഷ്, വികസന ക്ഷേമകാര്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഷിഫിലാൽ, മുജീബ്, മറ്റു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരെ, ആശാ വർക്കേഴ്സ്, അതേപോലെ തന്നെ CDS അംഗങ്ങളെ, വിദ്യാർത്ഥികളെ, നല്ലവരായ നാട്ടുകാരെ, അധികാര വികേന്ദ്രീകരണം ഏറ്റവും താഴെ തട്ടിലേക്ക് കിട്ടിയിട്ടുള്ള കാലഘട്ടം മുതൽ ഇന്നിങ്ങോട്ട് 25 വർഷം പിന്നിടുകയാണ്. ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതിന് ശേഷമുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ കുറിച്ചെല്ലാം തന്നെ അത് തുടക്കം കുറിച്ച കാലഘട്ടത്തിലുണ്ടായിരുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ ബഹുമാനായ MLA അടക്കമുള്ള ആളുകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അധികാര വികേന്ദ്രീകരണം 1996കളിൽ ജനകീയാസൂത്രണത്തിലൂടെ നടപ്പിലാക്കി വന്നപ്പോൾ അധികാരമെല്ലാം തന്നെ താഴെ തട്ടിൽ നിന്നും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഒരു ഗ്രാമത്തിനകത്ത് നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് അതിൽ പദ്ധതി രൂപീകരിച്ച് അത് ഘട്ടം ഘട്ടമായി കൊണ്ട് നടപ്പിലാക്കി പോന്നു. 13-ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ച് ഇപ്പൊ 14-ാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ അവസരത്തില് കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാം തന്നെ 1-ാം വർഷം വാർഷികം കൊണ്ടാടുകയാണ്. ഈ വാർഷികം കൊണ്ടാടുമ്പോൾ നമ്മുടെ സപ്ലിമെന്റ് വായിച്ചു, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനെ കുറിച്ചും അതിന് നേതൃത്വം കൊടുത്തതിനെ കുറിച്ചും എല്ലാവരെയും പ്രശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള പദ്ധതികൾക്ക് വിഭിന്നമായിക്കൊണ്ട് നൂതന പദ്ധതികൾ കൂടി നടപ്പിലാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാ കാലങ്ങളിലും കഴിഞ്ഞ ഭരണസമിതി അതിന്റെ മുമ്പത്തെ ഭരണസമിതിയും എല്ലാം തന്നെ നമ്മുടെ പുസ്തകത്താളുകളിൽ നമുക്ക് നടപ്പിലാക്കി കൊടുക്കേണ്ട പദ്ധതികൾക്ക് പുറമെ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാൻ നമുക്ക് അഥവാ നമ്മുടെ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് നടത്താൻ പറ്റാത്തതുണ്ടെങ്കിൽ CC തീരുമാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടെങ്കിലും നമുക്ക് നടപ്പിലാക്കിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ ഈ കാവനൂർ പഞ്ചായത്തിന്റെ ഇത്രയേറെ വികസനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുള്ള അതേ പ്രവർത്തനങ്ങൾ അതിലേറെ ഉപരിയായിക്കൊണ്ട് നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കാര്യം പറയാണ്. ഏതൊരു കലാകാരനും സ്വന്തം നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ആദരവിനേക്കാൾ അനുമോദനത്തേക്കാൾ ഒരു ഓസ്കാർ അവാർഡിനും സാധ്യമല്ല എന്ന് ഹൃദയം തുറന്നു പറയുകയാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഓസ്കാർ അവാർഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാടിനു വേണ്ടി ഇനിയും ഒരുപാട് കാലം നല്ല ഭരണങ്ങൾ കൊണ്ടു നടക്കാൻ ഈ സംഘാടക സമിതിക്ക് സാധിക്കട്ടെ, പഞ്ചായത്ത് അംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവേശ്വരനായ അള്ളാഹുവോട് തേടുന്നു. ഭാരത പൂങ്കാവനത്തിലെ പൂക്കളാണേ നമ്മൾ, ഭാരതാംബ പെറ്റെടുത്ത
കൺമണികളാണേ. ഭാരത പൂങ്കാവനത്തിലെ പൂക്കളാണ് നമ്മൾ, ഭാരതാംബ പെറ്റെടുത്ത കൺമണികളാണ്, കൺമണികളാണ്. ഭാരത പൂങ്കാവനത്തിലെ പൂക്കളാണ് നമ്മൾ, ഭാരതാംബ പെറ്റെടുത്ത കൺമണികളാണ്, കൺമണികളാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസിയും ഒന്നേ ഒന്ന്, എന്തു തന്നെയാകിലും അന്ത്യം വെറും പൊടിമണ്ണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസിയും ഒന്നേ ഒന്ന്, എന്തു തന്നെയാകിലും അന്ത്യം വെറും പൊടിമണ്ണ്. ഗീതയും തൗറാത്തുമോദി ബൈബിളും ഖുർആനുമേകി ശാന്തി ഗീതം ഏറ്റുപാടി സത്യമാർഗം വന്നുകൂടി. ഭാരത പൂങ്കാവനത്തിലെ പൂക്കളാണ് നമ്മൾ, ഭാരതാംബ പെറ്റെടുത്ത കൺമണികളാണ്, കൺമണികളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റംഗങ്ങളെ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അക്ഷരാർത്ഥത്തിൽ പ്രിയങ്കരനായിട്ടുള്ള പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉസ്മാൻ സാഹിബ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരുൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങളെ, പ്രിയപ്പെട്ട രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രഗത്ഭരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കാവനൂർ ഗ്രാമപഞ്ചായത്ത് ബോർഡിൻ്റെ 1ാം വാർഷിക ദിനത്തിലാണ് നാം ഉള്ളത്. ഇവിടെ ഒരുപാട് ആളുകൾ ആശംസകളൊക്കെ അർപ്പിച്ച് സംസാരിക്കുകയുണ്ടായി. ഒരു വർഷക്കാലത്ത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ നാം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ പ്രളയം കഴിഞ്ഞതിന് ശേഷം വന്ന ഈ മഹാമാരിയുടെ കാലമൊക്കെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ഈ കാലഘട്ടത്തിൽ ഒരു വർഷ കാലഘട്ടത്തിൽ 5 വർഷ കാലഘട്ടത്തിൽ തന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഈ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ അർപ്പിക്കുക. പി വി ഉസ്മാൻ സാഹിബ് അവർകൾ സ്വാഗതം ആശംസിച്ച നമ്മുടെ കാവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ ശ്രീമതി ദിവ്യ രതീഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉച്ചയ്ക്ക് ശേഷം വാർഡ് മെമ്പർമാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം. നാട്ടുനന്മയുടെ നിറക്കാഴ്ച NTV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ബ്യൂറോ മലപ്പുറം.